ഫ്രണ്ട്സ്, അങ്ങനെ മോട്ടറോളയുടെ പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടറോള എഡ്ജ് 16 Pro. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് അണ്ടർ 30,000 ആണ്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 1.5K PLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. NFC ഉണ്ട്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ 10-bit ഡിസ്പ്ലേ ആണ്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ അണ്ടർ 30,000 വരുന്ന വേറൊരു ഫോണുണ്ട്, IQ Neo 10R എന്ന് പറയുന്ന ഫോൺ. കാര്യം അത് അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഡാസ്ലിംഗ് ബ്ലൂ, ഷാഡോ, സ്പാർക്ലിംഗ് ഗ്രേ എന്ന 3 കളർ വേരിയൻസ് ആണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ, അതുപോലെ പർപ്പിൾ കളറ്, പിന്നെ ആഷ് പോലെ എന്തോ പോലൊരു കളർ, ആ 3 കളർ വേരിയൻസിലാണ് ഫോൺ വരുന്നത്. പാൻഡൺ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളർ വേരിയൻസ് ആണ്. നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനി സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 8GB 256GB 12GB 256GB എന്ന 2 വേരിയൻസിലാണ് വരുന്നത്. സാധാരണ ഫോൺസ് പോലെ ബേസ് വേരിയന്റ് 120GB കൊടുത്തിട്ടില്ല, നല്ല കാര്യം. അതുപോലെ LPDDR4Xന്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് കുഴപ്പമില്ല. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് MediaTek Dimensity 8350 എന്ന് പറയുന്ന പ്രോസസറാണ്. ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള Hello UI സോഫ്റ്റ്വെയർ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു പ്രോസസർ എന്ന് പറയാം. എന്നാൽ IQ Neo 10R ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അത്രയും വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഡിമെൻസിറ്റിയുടെ പ്രോസസറാണ്, മറ്റേത് സ്നാപ്ഡ്രാഗൺ ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം വരും. മിക്ക പേർക്കുള്ള ഡൗട്ടാണ് IQ Neo 10R ആണോ നല്ലത്, മോട്ടറോള എഡ്ജ് 16 Pro ആണോ നല്ലത്. അതായത് 30,000 താഴെ ഏത് ഫോണാണ് ബെറ്റർ, അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പെർഫോമൻസിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഒരു പ്രശ്നമല്ല, അങ്ങനെയുള്ളവർക്ക് IQ Neo 10R എടുക്കാം. നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ വേണം, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, പെർഫോമൻസിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഗെയിമർ ഒന്നുമല്ല, അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ മോട്ടറോള എഡ്ജ് 16 Pro എന്ന് പറയുന്ന ഫോൺ എടുക്കാം. പിന്നെ ഇപ്പൊ എല്ലാ ഫോൺസിലും ഇഷ്യൂസ് വരുന്നുണ്ട്. മോട്ടറോളയിലും ഉണ്ട് പ്രശ്നങ്ങള്. ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ, ഗ്രീൻ ലൈൻ, പിങ്ക് ലൈൻ എല്ലാം മോട്ടറോളയിലും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഫോൺ എടുക്കാം. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 10 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 15 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് വരുന്നത്. ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും 6000 പകരം 6500 7000 mAh ബാറ്ററി കൊടുത്തായിരുന്നു. കാര്യം ഇപ്പോൾ വരുന്ന മിക്ക ഫോൺസിലും ആ ഒരു റേഞ്ചിലാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. കാര്യം 5G വന്നതിന് ശേഷം ഇപ്പോൾ മിക്ക ഫോൺസിൽ ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി കൊടുക്കായിരുന്നു, കൊടുത്തിട്ടില്ല. എന്തായാലും 5000 mAh ബാറ്ററി നല്ലതാണ്. കാരണം ഇപ്പോഴും പല ബ്രാൻഡ്സും 5000 mAh ബാറ്ററിയും 4000 mAh ബാറ്ററി ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 8GB 256GB പ്രൈസ് വരുന്നത് 29,999 ആണ്. അതുപോലെ 12GB 256GB പ്രൈസ് വരുന്നത് 33,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 30,000 ഒരു നല്ല ഫോണാണ് മോട്ടറോള എഡ്ജ് 16 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. എല്ലാവർക്കും ഇപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. നിങ്ങളിപ്പോ ഒരു നോർമൽ യൂസറാണ്, നിങ്ങൾക്കിപ്പോ
അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വേണം, നല്ലൊരു ക്യാമറ, അതുപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല, നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വേണം, ക്യാമറ വേണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. നോർമൽ യൂസർ ആയിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ് മോട്ടോറോള എഡ്ജ് 16 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. പിന്നെ ഏതൊരു ഫോണിനും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട്. ഇതെല്ലാ ബ്രാൻഡ്സിലും ഉണ്ട്, എല്ലാ ഫോൺസിലും ഉണ്ട്. പിന്നെ IQ Neo 10R ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇതിനേക്കാളും ബെറ്റർ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയന്റഡ് നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.